ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ, ഈ കപ്പലിന് മുകളിൽ ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഇറാൻ ഒരുപക്ഷെ ഇതിനെ ടാർഗറ്റ് ചെയ്യുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നല്ല, അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. എന്നാൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ആക്രമിക്കുമോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇറാന് ആക്രമിക്കാൻ കഴിയുമോ എന്നതാണ് അടുത്ത പ്രസക്തമായ ചോദ്യമെങ്കിൽ, റഷ്യ ഈ കപ്പലിനെ ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലുകൾ റഷ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇറാന്റെ തീരദേശങ്ങളിൽ എന്നാണ് ഇപ്പോൾ പുതിയതായി വരുന്ന വാർത്ത. ഏതായിരിക്കും റഷ്യയുടെ ആ മിസൈലുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് റഷ്യയുടെ ബാസ്റ്റിയൻ പി എന്നറിയപ്പെടുന്ന മിസൈൽ. ഇതിന് എന്താണ് പ്രത്യേകത, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഒരു കപ്പലിനെ എങ്ങനെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഈ ബാസ്റ്റിയൻ എന്നറിയപ്പെടുന്ന മിസൈൽ നിലനിൽക്കുന്നത് മൊബൈൽ ലോഞ്ചറുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ ഇഷ്ടാനുസരണം ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് ഈ വാഹനങ്ങളിൽ എത്തിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ലോഞ്ചറുകളാണ് ഇതിനുള്ളത്. എന്നാൽ ഈ ലോഞ്ചറിൽ തന്നെ ഇതിനെ സ്റ്റാൻഡ് ബൈ ആയി ദിവസങ്ങളോളം നിൽക്കാൻ സാധിക്കും. ഈ കാണുന്ന കാടുകളിൽ ദിവസങ്ങളോളം ഇതിന് ഈ രൂപത്തിൽ നിലനിൽക്കാൻ കഴിയും. സ്റ്റാൻഡ് ബൈയിലായി തന്നെ നിലനിൽക്കാൻ കഴിയും. ശത്രുവിന് എവിടെയാണ് കപ്പലുകൾ വരുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അതിന് നിലനിൽക്കാൻ സാധിക്കും. എന്നാൽ എങ്ങനെയാണ് ഈ കപ്പലുകളെ ഈ സിസ്റ്റം ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം കണ്ടെത്തുന്നത് എന്ന് നോക്കാം. ഒന്ന് റഡാർ സംവിധാനങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും. മറ്റൊന്ന് സാറ്റലൈറ്റ് സംവിധാനങ്ങളാണ്. ഈ സാറ്റലൈറ്റ് മുഖേന ഈ വിമാനവാഹിനി കപ്പൽ അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തെയാണോ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നത് എങ്കിൽ ആ കപ്പലുകൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായ സിഗ്നലുകൾ ലോഞ്ചറുകളിലേക്ക് സാറ്റലൈറ്റ് വഴി നൽകപ്പെടുകയും ചെയ്യുന്നു. ഉടൻ തന്നെ മിസൈൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. ഈ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗതയിലാണ്, ഏകദേശം 3000 കിലോമീറ്റർ പെർ ഹവർ എന്ന രീതിയിൽ, ഒരു മണിക്കൂറിൽ 3000 കിലോമീറ്റർ എന്ന വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. എന്നാൽ ലംബാകൃതിയിലാണ് ഇത് മുകളിലേക്ക് ഉയരുന്നത്. ഉടനെ തന്നെ അത് ലക്ഷ്യത്തിന്റെ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്യും. ഏകദേശം 2.5 മാക് സ്പീഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സോണിക് മിസൈലാണ് ഈ ബാസ്റ്റിയൻ പി എന്നറിയപ്പെടുന്നത്. 2.5 മാക് സ്പീഡിൽ ലക്ഷ്യത്തിലേക്ക് അതിവേഗതയിൽ കുതിക്കുകയാണ്. എന്നാൽ ഇതിനെ അങ്ങനെ പെട്ടെന്നൊന്നും അമേരിക്കയുടെ കപ്പലുകൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതിന്റെ ശക്തമായ സ്പീഡ്, ആ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ മിസൈൽ ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ അല്ല, ഇത് ക്രൂസ് മിസൈലാണ്. പക്ഷേ റഷ്യ മാത്രം വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട സ്ക്രാം ജെറ്റ് ഉണ്ട്. ആ ജെറ്റുകളാണ് ഈ ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൂസ് മിസൈലുകൾക്ക് സാധാരണഗതിയിൽ സാധാരണ ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ സ്ക്രാം ജെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിവേഗതയിൽ 2.5 മാക് സ്പീഡിൽ ഈ മിസൈലിന് സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ ഇത് മുകളിലേക്ക് എത്തിയതിനു ശേഷം കടലിന്റെ ഉപരിതലത്തിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. ഏകദേശം 10 മുതൽ 15 മീറ്റർ ഉയരത്തിൽ മാത്രമായിരിക്കും, ജലത്തിന്റെ മുകളിൽ മാത്രമായിരിക്കും ഇത് നിലനിൽക്കുക. എന്തിനാണ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇപ്പോൾ കപ്പൽ ഇവിടെയാണുള്ളത്. കപ്പലുകളിലുള്ള റഡാർ സിഗ്നലുകൾ ഈ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ റഡാർ സിഗ്നലുകൾക്ക് നേർരേഖയിലാണ് സഞ്ചരിക്കാൻ സാധിക്കുക. എന്നാൽ ഭൂമിയുടെ കർവേച്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കർവേച്ചർ അനുസരിച്ച് ഈ റഡാറിന്റെ സിഗ്നലുകൾ വളഞ്ഞു പോവുകയില്ല, നേരെയായിരിക്കും റഡാർ സിഗ്നലുകൾ പോവുക. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കർവേച്ചറിന് അപ്പുറത്തേക്ക് റഡാറിന്റെ സിഗ്നലുകൾ പോവുകയില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മതിലിന്റെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ ഒരാൾ ആക്രമിക്കാൻ വേണ്ടി പതുങ്ങി വരികയാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴാണ് അദ്ദേഹം മതിലിന്റെ മുകളിലേക്ക് ചാടിക്കയറി നിങ്ങളെ ആക്രമിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. എന്നതുപോലെ തന്നെ ഈ റഡാർ സിഗ്നലുകൾ എത്താത്ത ഭാഗത്ത് മറഞ്ഞിരുന്ന് ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഈ മിസൈൽ ചെയ്യുന്നത്. കേവലം സമുദ്രത്തിന്റെ 10 മുതൽ 15 മീറ്റർ ഉയരം മാത്രമാണ് ഈ മിസൈൽ ഉണ്ടാകുക. നേരെ മറിച്ച് വളരെ ഉയരത്തിലാണെങ്കിൽ, ഭൂമിക്ക് കർവേച്ചർ ഉണ്ടെങ്കിൽ പോലും കപ്പൽ ഈ ഭാഗത്താണെങ്കിലും മുകളിൽ നിന്ന് വരുമ്പോൾ ഏകദേശം കുറെ ഭാഗങ്ങളെ അതിന് ഈ കപ്പലിന്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഈ താഴ്ഭാഗത്തു കൂടെ ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് റഡാർ സിഗ്നലുകൾ എത്തുകയില്ല. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഈ മിസൈൽ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ കപ്പലുകളിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തകർക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഇതിന്റെ കഴിവെന്ന് പറയുന്നത് വോൾഫ് പാക്ക് ടാക്ടിക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മിസൈലിന്റെ ഒരു കൂട്ടം ഈ ഒരു കപ്പലിന് നേരെ വരുമ്പോൾ അതിൽ ഒരെണ്ണം ലീഡറായി മുകളിൽ തന്നെ പറക്കുമെന്നതാണ്. ഈ മുകളിലുള്ള ഈ മിസൈൽ ആ ലക്ഷ്യത്തെ, അതായത് മുകളിൽ ആയതുകൊണ്ട് തന്നെ കപ്പലിന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ അതിന് വരുന്ന സമയങ്ങളിലെല്ലാം സാധിക്കും. അത് സഞ്ചരിക്കുമ്പോഴെല്ലാം ഇതിന് ഈ ടാർഗറ്റ് കണ്ടെത്താൻ സാധിക്കും. ആ ഒരു മിസൈലാണ് മറ്റുള്ള മിസൈലുകൾക്കെല്ലാം സഞ്ചരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതായത് AI ഉപയോഗിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ കൂട്ടം മിസൈലുകൾക്ക് ഈ ലീഡർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ താഴ്ഭാഗത്തായി ഈ മിസൈലുകളെല്ലാം ഒരുമിച്ച് സഞ്ചരിക്കുന്നു. എന്നാൽ ഈ കപ്പലിൽ നിന്ന് വരുന്ന റഡാറുകൾ ഒരുപക്ഷെ മുകളിലൂടെ വരുന്ന മിസൈലിനെ കണ്ടെത്തുകയും അതിനെ തകർക്കുകയും ചെയ്തേക്കാം. പക്ഷെ അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി എല്ലാം ഈ മിസൈലുകൾ ഏറ്റെടുക്കുന്നതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു പന്ത് കളിയിൽ നമുക്കറിയാം, മുന്നിലേക്ക് പന്തുമായി പോകുന്ന ഒരാൾ, അയാളെ അവിടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അയാളിൽ നിന്ന് പന്ത് വാങ്ങാൻ മറ്റൊരാൾ നേരെ കടന്നു വരുമ്പോൾ ഉടനെ തന്നെ ഈ പന്തെടുത്ത് തൊട്ടടുത്ത എന്റെ കൂട്ടുകാരിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ അവൻ ആ പന്തുമായി പിന്നെ പോസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ആ കപ്പലിലേക്കുള്ള ആ നീക്കങ്ങളെല്ലാം, അതിന്റെ നിയന്ത്രണങ്ങളെല്ലാം ഈ മിസൈലുകൾക്ക് നൽകുന്നു. ഈ ലീഡർ മിസൈൽ തകർന്നു പോയാലും ആ നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ ഈ മിസൈലുകൾക്ക് ലഭിക്കുകയാണ്. ഉടനെ ഈ ടാർഗറ്റിൽ ലക്ഷ്യമാക്കി ഈ മിസൈലുകളെല്ലാം സഞ്ചരിക്കുന്നു. ഉടനെ തന്നെ അതിശക്തമായി ഒരു കൂട്ടം മിസൈലുകൾ ചെന്ന് കപ്പലിനെ തകർക്കുകയാണ്.